ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും M4 ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ്? വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരു അടിപൊളി ഫേഷ്യൽ തയ്യാറാക്കാം. ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇന്നത്തെ ആ സെലക്റ്റഡ് കമൻ്റ് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വിശേഷ അവസരങ്ങളിലെല്ലാം ബ്യൂട്ടി പാർലറുകളിലേക്ക് ഓടുന്നവരോട് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. പ്രകൃതിദത്തമായി ലഭിക്കുന്ന വസ്തുക്കളാണ് സ്ഥിരമായ സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മാർഗം. ഇവയെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നത് മാത്രമല്ല കാര്യം, വില തുച്ഛവും അതുപോലെ ഗുണം മെച്ചവുമായി ഉള്ളതാണ് ഇവയെല്ലാം തന്നെയും. ഒരു കിടിലൻ ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ്. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ്. ഏത് ഫേസ് പാക്ക് ഇടുന്നതിന് മുൻപും മുഖം നന്നായി വൃത്തിയാക്കേണ്ടതായുണ്ട്. ഇതിന് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ പോരാ. ഏറ്റവും നല്ല നാച്ചുറൽ ക്ലെൻസറിൽ ഒന്നാണ് പാല്. അത്യാവശ്യം കട്ടിയുള്ള പാലിൽ പഞ്ഞി മുക്കി മുഖം നന്നായി തുടയ്ക്കുക. പാലിലെ ലാക്റ്റിക് ആസിഡ് മുഖത്തെ പാടുകൾ അകറ്റാനും അതുപോലെ കരിവാളിപ്പ് മാറ്റാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. കരിവാളിപ്പ് കളയാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം കൂടിയാണിത്. ഒരു 10 മിനിറ്റ് മുഖത്ത് ഇത്തരത്തിൽ ഇത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ള ഉപയോഗിക്കുന്നതും ക്ലെൻസിങ്ങിന് നല്ലതാണ്. പാലല്ലെങ്കിൽ മുട്ടയുടെ വെള്ള, ഇതിലേതെങ്കിലും നമുക്ക് ക്ലെൻസിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് സ്ക്രബാണ്. അടുത്ത ഘട്ടം ചർമ്മത്തിലെ മൃതകോശങ്ങളെയും അതുപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എന്നിവ കളയുക എന്നതാണ്. സാധാരണ പാർലറുകളിൽ ഉപയോഗിക്കുന്ന സ്ക്രബിംഗ് ക്രീമുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ചർമ്മത്തിൻ്റെ മൃദുത്വവും അതുപോലെ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കളയാനായിട്ട് കാരണമാകുന്നവയാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1 ടേബിൾ സ്പൂൺ തേന് എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് പുരട്ടാം. കൈകൊണ്ട് മൃദുവായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഉരച്ചതിന് ശേഷം ഇത് കഴുകി കളയാവുന്നതാണ്. വേറൊന്നും എടുക്കേണ്ട, നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. വൃത്തിയുള്ള ഒരു ടവൽ ചൂടുവെള്ളത്തിൽ മുക്കി മുഖം നന്നായിട്ട് തുടയ്ക്കുക. ഒരു 2 മിനിറ്റ് ഈ പ്രക്രിയ നമുക്ക് തുടരാവുന്നതാണ്. പിന്നെ നമ്മുടെ നാലാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ഫേസ് പാക്ക്. ഏറ്റവും അവസാനത്തെ പ്രക്രിയയ്ക്കുള്ള മുന്നൊരുക്കമാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു 3 ഘട്ടങ്ങളിൽ നാം ചെയ്തത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതിനായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നല്ല കട്ട തൈര് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ, തേന് 1 ടേബിൾ സ്പൂൺ. ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് മസാജ് ചെയ്യാം. ഒരു 15-20 മിനിറ്റിന് ശേഷം, ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കണം. അതിനുശേഷം നമുക്കിത് കഴുകി കളയാം. മുഖത്തോടൊപ്പം അതുപോലെ നമുക്ക് കഴുത്തിലും ഇതുപോലെ ഇതൊന്ന് അപ്ലൈ ചെയ്തിരിക്കണം. മുഖത്തിലും കഴുത്തിലും ചെയ്തിട്ടില്ലെങ്കിൽ നിറവ്യത്യാസമുണ്ടാകും. മുഖത്തൊരു കളറും അതുപോലെ കഴുത്തിൽ മറ്റൊരു കളറും ആയിപ്പോകും. അതുകൊണ്ട് മുഖവും കഴുത്തും ഒരുപോലെ ഇത് നമ്മൾ യൂസ് ചെയ്യണം. അതുകൂടി നമ്മൾ ഇതും കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേഷ്യലിൻ്റെ ഘട്ടങ്ങളും ഫേഷ്യലിന് നമ്മൾ എടുത്ത വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതല്ലേ അല്ലേ? നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എന്തോരം കാശ് അതിന് വേണ്ടിയിട്ട് കളയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ ഒരു ഫേഷ്യൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തുകൂടി വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് മറ്റൊരു മികച്ച വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.